ജീവൻ മുക്തി വിവേകം മനോനാശപ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. ചിദ്വസ്തു ദർശനം. വാക്കിനെ മനസ്സിൽ ഉപശമിപ്പിച്ച് പ്രഥമ ഭൂമികാ ജയവും മനസ്സിനെ വിശേഷാഹങ്കാര രൂപത്തിലുള്ള വിജ്ഞാന ആത്മാവിൽ ഉപശമിപ്പിച്ച് ദ്വിതീയ ഭൂമികാ ജയവും നേടിയാൽ പിന്നെ തൃതീയ ഭൂമികയെ ജയിക്കാനുള്ള യത്നം ആരംഭിക്കാവുന്നതാണ്. വിജ്ഞാന ആത്മാവായ വിശേഷ അഹങ്കാരത്തെ സാമാന്യ അഹങ്കാര രൂപമായ മഹത്തത്വത്തിൽ ലയിപ്പിക്കുകയാണ് തൃതീയ ഭൂമികാ ജയം. ദ്വിതീയ ഭൂമികാ ജയത്തോടു കൂടി തന്നെ ഒരു കുഞ്ഞിനെപ്പോലെയോ മൂകനെപ്പോലെയോ നിർമ്മനസ്ത്വം സ്വാഭാവികമായിത്തീരുന്നു. തുടർന്ന് വിശേഷ അഹങ്കാര രൂപത്തിൽ സ്പഷ്ടമായി പ്രകടമാകുന്ന ജ്ഞാനാത്മാവിനെ അസ്പഷ്ടമായ സാമാന്യ അഹങ്കാര രൂപത്തിലുള്ള മഹത്തത്വത്തിൽ ഉപശമിപ്പിക്കേണ്ടതാണ്. സ്വല്പം ആലസ്യം ബാധിച്ചാൽ തന്നെ സ്വതേ സങ്കോചിക്കുന്നതാണ് ഈ വിശേഷാഹങ്കാരം. അതുകൊണ്ട് അലസത വിട്ട് ബോധപൂർവം വിസ്മരിക്കാൻ യത്നിച്ചാൽ ഇത് സങ്കോചം പ്രാപിച്ചുകൊള്ളും. മഹത്തത്വരൂപം കൈക്കൊണ്ട് ശേഷിക്കുമ്പോൾ ഇതിനെ ലോകപ്രസിദ്ധമായ ആലസ്യത്തോടോ താർക്കിക അഭിമതമായ നിർവികൽപ്പജ്ഞാനത്തോടോ ഉപമിക്കാവുന്നതാണ്. അഭ്യാസപാടവം കൊണ്ട് തൃതീയ ഭൂമിക നല്ലവണ്ണം വശത്തായാൽ സാമാന്യ അഹങ്കാര രൂപമായ ഈ മഹാനായ ആത്മാവിനെ അഹങ്കാരോപാധി പാടെ ഒഴിച്ചുമാറ്റി ചിദേകരസസ്വരൂപമായ ശാന്താത്മാവിൽ ഉപശമിപ്പിക്കേണ്ടതാണ്. മഹത്തത്വം തിരസ്കൃത്യ ചിന്മാത്രം പരിശേഷയേത്. മഹത്തത്വത്തെ തിരസ്കരിച്ചിട്ട് ചിന്മാത്ര വസ്തുവിനെ പരിശേഷിപ്പിക്കേണ്ടതാണ്. ഇത് നേടാനുള്ള ഉപായവും നേരത്തെ വിവരിച്ച വിസ്മൃതി പ്രയത്നം തന്നെയാണ്. കുറെ കൂടി ശക്തിമത്തായി അഭ്യസിക്കണം എന്നേ ഉള്ളൂ. ശാസ്ത്രം പഠിക്കുന്നയാൾ ഓരോ ഗ്രന്ഥവും വ്യാഖ്യാനം നോക്കിയാണ് ആരംഭത്തിൽ അഭ്യസിക്കുക. എന്നാൽ വ്യുത്പത്തി വന്നയാൾക്ക് പിന്നീടുള്ളവ സ്വതേ തന്നെ മനസ്സിലായി കിട്ടുന്നു. അതുപോലെ ആദ്യമാദ്യമുള്ള യോഗഭൂമികകൾ നല്ലപോലെ വശത്തായിട്ടുള്ള ഒരു യോഗിക്ക് പിന്നീടുള്ളവ നേടാനുള്ള ഉപായം സ്വതേ തന്നെ തെളിയാനിടയാകുന്നു. യോഗ ഭാഷ്യകാരൻ പ്രസ്താവിക്കുന്നത് നോക്കുക. യോഗേന യോഗോ ജ്ഞാതവ്യോ യോഗോ യോഗാത് പ്രവർത്തതേ യോ പ്രമത്തസ്തു യോഗേന സ യോഗി രമതേ ചിരം. പൂർവയോഗം കൊണ്ട് ഉത്തരയോഗത്തെ അറിയേണ്ടതാണ്. യോഗത്തിൽ നിന്നുമാണ് യോഗം മുന്നേറുന്നത്. പതനമൊഴിവാക്കി മുന്നോട്ടു പോകുന്ന യോഗി ശാശ്വതമായ ആത്മാനന്ദം കണ്ടെത്തുന്നു. ഇവിടെ ഒരു സംശയം വരാം. മഹത്തത്വത്തിനും ശാന്താത്മാവിനുമിടയ്ക്ക് അവ്യക്തമെന്നൊരു സ്ഥിതിയുണ്ടെന്ന് ശ്രുതി വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവ്യക്തത്തിൽ നിന്നാണ് മഹത്തത്വം രൂപം കൊള്ളുന്നതെന്നും വിവരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മഹത്തത്വം സ്വാഭാവികമായി ഉപശമിക്കേണ്ടത് അവ്യക്തത്തിലല്ലേ? അതെന്തേ വിട്ടുകളഞ്ഞത്? ഈ സംശയം സാരമില്ല. മഹത്തത്വത്തെ അവ്യക്തത്തിൽ നിയമനം ചെയ്താൽ ഉപശമമല്ല ലയമായിരിക്കും സംഭവിക്കുക. ഉപശമത്തിനും ലയത്തിനും ഭേദമുണ്ട്. ഉപശമം സാധകൻ ബോധപൂർവം നിർവഹിക്കുന്നതാണ്. ലയമാകട്ടെ അനിയന്ത്രിതമായി സംഭവിക്കുന്നതും. ഒരു കുടം അതിൻ്റെ ഉപാദാനമല്ലാത്ത വെള്ളത്തിൽ നിരോധിക്കപ്പെട്ടാൽ അത് ലയിച്ചു പോകുന്നില്ല. നേരെ മറിച്ച് അതിൻ്റെ ഉപാദാനമായ മണ്ണിൽ നിരോധിക്കപ്പെട്ടാൽ അത് ലയിച്ചു പോകുന്നു. അതുപോലെ മഹത്തത്വം ആത്മാവിൽ ലയിക്കുന്നില്ല, അവ്യക്തത്തിൽ ലയിച്ചു പോകുന്നു എന്നോർക്കേണ്ടതാണ്. ഇവിടെ സ്വരൂപലയം തന്നെയല്ലേ പുരുഷാർത്ഥമെന്ന് ശങ്കിച്ചുകൂടാ. ആത്മദർശനത്തിന് സ്വരൂപലയം ഉപകരിക്കുകയില്ല. ദൃശ്യത്തെ ത്വഗ്രയാ ബുദ്ധ്യാ
സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിः. ഏകാഗ്രപ്പെട്ട സൂക്ഷ്മമായിത്തീരുന്ന ബുദ്ധി കൊണ്ട് ആത്മാവ് ദർശിക്കപ്പെടാവുന്നതാണ് എന്ന് ശ്രുതി പൂർവവാക്യത്തിൽ ആത്മദർശനം വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മദർശനത്തിന് ഉപകരിക്കത്തക്ക മനോനിരോധനമാണ് യോഗം എന്നോർക്കണം. അവ്യക്തത്തിലെ സ്വരൂപലയം ദർശനവിരോധിയാണെന്നും പറയേണ്ടതില്ലല്ലോ. മാത്രമല്ല, എല്ലാ ദിവസവും ഗാഠനിദ്രയിൽ ഈ ലയം സ്വതേ സംഭവിക്കുന്നത് കൊണ്ട് ലയം നേടാൻ പ്രയത്നത്തിൻ്റെ ആവശ്യമില്ലെന്നും തെളിയുന്നു. ഇവിടെ ഒരു സംശയം വരാം. യോഗം സംപ്രജ്ഞാതമെന്നും അസംപ്രജ്ഞാതമെന്നും രണ്ടുണ്ടല്ലോ. ധാരണാധ്യാന സമാധികൾ അഭ്യസിച്ച് നേടേണ്ട സംപ്രജ്ഞാത യോഗത്തിൽ ഏകാഗ്രത ബുദ്ധി വേർതിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതിന് സംപ്രജ്ഞാത യോഗത്തിന് ദർശനഹേതുത്വം സംഭവിക്കാമെന്ന് സമ്മതിക്കാം. എന്നാൽ ശാന്താത്മാവിൽ ചിത്തം പൂർണ്ണമായി ഉപശമിച്ച് ഉണ്ടാകുന്ന അസംപ്രജ്ഞാത യോഗത്തിൽ ചിത്തം വൃത്തിരഹിതമായി തീരുന്നത് കൊണ്ട് ഗാഠനിദ്രയിലെന്ന പോലെ ദർശനഹേതുത്വം പാടെ അസ്തമിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഈ സംശയം സാരമില്ല. സ്വതസിദ്ധമായ വസ്തുവിൻ്റെ ദർശന സാമർഥ്യമാണ് ഏകാഗ്രപ്പെട്ട ബുദ്ധിക്ക് പോലും ലഭ്യമായി തീരുന്നത്. അതുകൊണ്ട് ശുദ്ധവസ്തുവിൻ്റെ സ്വതസിദ്ധമായ ദർശനത്തെ അപവദിച്ചു തള്ളാൻ ആർക്കും കഴിയുന്നതല്ല. ശ്രേയോമാർഗമെന്ന ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. ആത്മാനാത്മാകാരം സ്വഭാവതോവസ്ഥിതം സദാ ചിത്തം ആത്മൈകാകാരതയാ തിരസ്കൃതാനാത്മദൃഷ്ടിർ വിദധീത. സ്വാഭാവികമായി ചിത്തം ആത്മാകാരമായും അനാത്മാകാരമായും വർത്തിക്കുന്നു. ഇതിൽ അനാത്മാകാരത്തെ തിരസ്കരിച്ചിട്ട് ചിത്തത്തെ കേവലം ആത്മാകാരമാക്കി ശേഷിപ്പിക്കേണ്ടതാണ്. ഒരു കുടം രൂപം കൊള്ളുമ്പോൾ തന്നെ ആകാശം കൊണ്ട് നിറഞ്ഞാണ് രൂപം കൊള്ളുന്നത്. ഉണ്ടായതിനു ശേഷം പുരുഷപ്രയത്നമാണ് അതിൽ വെള്ളമോ ധാന്യമോ ഒക്കെ നിറയ്ക്കുന്നത്. പുരുഷപ്രയത്നം കൊണ്ട് നിറയുന്ന വെള്ളമോ ധാന്യമോ ഒക്കെ ഒഴിച്ചു മാറ്റിയാലും ആകാശം പണ്ടേ പോലെ അതിൽ നിറഞ്ഞിരിക്കും. കുടത്തിൻ്റെ വായ് ഉള്ളം കൈ കൊണ്ട് അമർത്തിപ്പിടിച്ചാലും ആകാശം ഉള്ളിൽ തങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ഇതുപോലെ ചിത്തം രൂപം കൊള്ളുന്ന ദശയിൽ തന്നെ ആത്മചൈതന്യം നിറഞ്ഞു കവിഞ്ഞാണ് രൂപം കൊള്ളുന്നത്. ചെമ്പുരുക്കി അച്ചിലൊഴിച്ചാൽ അത് അച്ചിൻ്റെ രൂപം കൈക്കൊള്ളുന്നു. അതുപോലെ ഉത്പന്ന ചിത്തം ഘടപടാദി പദാർത്ഥങ്ങളുമായി കൂടിച്ചേരുമ്പോൾ അത് അവയുടെ രൂപം വരിക്കുന്നു. സുഖ ദുഃഖാദി ഭാവങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ തദാകാരം കൈക്കൊള്ളുന്നു. തുടർന്ന് ഭോഗാനുഭവവും ധർമാധർമ്മ ചിന്തയും പെരുകുന്നു. ഇവിടെ ഘടപടാദി രൂപങ്ങളും സുഖദുഃഖാദി അനുഭവങ്ങളും ഒഴിച്ചുമാറ്റപ്പെട്ടാലും ചിത്തത്തിൻ്റെ സ്വതസിദ്ധമായ ചിതാത്മകത്വം മാറിപ്പോകുന്നില്ല. അതുകൊണ്ട് നിരോധ സമാധിയിൽ വൃത്തികളൊടുങ്ങി സംസ്കാരമാത്രമായി ഏകാഗ്രപ്പെട്ട് സൂക്ഷ്മമായി തീരുന്ന ചിത്തം ബോധസ്വരൂപമായ ആത്മാവിനെ മാത്രം ലക്ഷ്യമാക്കുന്നതിനാൽ ഒരു തടസ്സവും കൂടാതെ ആത്മാനുഭവം സാധ്യമായിത്തീരുന്നു. ഈ അനുഭവ രഹസ്യമാണ് വാർത്തികകാരൻ ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സുഖ ദുഃഖാദിരൂപിത്വം ധിയോ ധർമാദിഹേതുകഃ നിർഹേതുത്വാത്മസംബോധരൂപത്വം വസ്തുവൃത്തിതഃ. ചിത്തത്തിന് സുഖദുഃഖാദി അനുഭവം ധർമാധർമാദി ചിന്ത കൊണ്ട് വന്നു ചേരുന്നവയാണ്. ചിത്തത്തിന് സുഖ ദുഃഖാദി അനുഭവം ധർമ്മ അധർമാദി ചിന്ത കൊണ്ട് വന്നു ചേരുന്നവയാണ്. വസ്തുവിനെ അവലംബമാക്കുന്നത് കൊണ്ട് ചിത്തത്തിൻ്റെ ആത്മാനുഭവമാകട്ടെ സ്വതസിദ്ധവും സർവാനുഭവയോഗിയും. ഈ അനുഭവരഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചിത്തത്തിൻ്റെ ആത്മാനുഭവമാകട്ടെ സ്വതസിദ്ധവും സർവാനുഭവയോഗിയും ഈ അനുഭവരഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രശാന്ത വൃത്തികം ചിത്തം പരമാനന്ദ ദീപകം അസംപ്രജ്ഞാതനാമായം സമാധിർയോഗിനാം പ്രിയഃ.
വൃത്തികൾ പൂർണ്ണമായി ഉപശമിക്കുന്ന ചിത്തം ആനന്ദസ്വരൂപമായ വസ്തുവിനെ വ്യക്തമായി അനുഭവിക്കുന്നു. ഇതുതന്നെയാണ് സംപ്രജ്ഞാത സമാധി. ഇത് യോഗിമാർക്ക് ഏറ്റവും പ്രിയമുള്ളതത്രേ. ഇങ്ങനെ ആത്മദർശനം ചിത്തത്തിൻ്റെ സ്വതസിദ്ധമായ അനുഭവമാണെങ്കിലും അനാത്മനിവാരണത്തിനായിട്ടാണ് നിരോധാഭ്യാസം ശീലിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നത്: ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിതപി ചിന്തയേത്. മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് മറ്റെല്ലാ ചിന്തകളെയും ഒഴിച്ചു മാറ്റേണ്ടതാണ്. ചിത്തത്തെ ചികിത്സിക്കാനുള്ള സമാധിയുടെ മാത്രം വിവരണം ഉൾക്കൊള്ളുന്നതാണ് യോഗം. അതുകൊണ്ട് നിരോധ സമാധിയെ നിർവചിക്കുന്നിടത്ത് യോഗശാസ്ത്രം ആത്മദർശനത്തെക്കുറിച്ച് പ്രകടമായി പ്രസ്താവിക്കുന്നില്ല. യോഗശ്ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തികളെ നിരോധിക്കുന്നതാണ് യോഗം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം, അപ്പോൾ ദ്രഷ്ടാവ് സ്വരൂപം പേറി നിലകൊള്ളും എന്ന അടുത്ത സൂത്രം കൊണ്ട് ചിത്തത്തിൻ്റെ ആത്മദർശനം ഭംഗ്യന്തരേണ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണേണ്ടതാണ്. നിർവികാരനായ ദ്രഷ്ടാവ് സദാ സ്വരൂപസ്ഥിതനാണ്. എങ്കിലും ചിത്തവൃത്തികൾ പൊന്തിവന്ന് ചിച്ഛായ അവയിൽ പ്രതിബിംബിക്കുന്നതോടെ യഥാർത്ഥ്യം മറയ്ക്കപ്പെട്ട് അസ്വസ്ഥനെ പോലെ ആയിത്തീരുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം, അപ്പോൾ ദ്രഷ്ടാവ് സ്വരൂപം വേറെ നിൽക്കും എന്ന അടുത്ത സൂത്രം കൊണ്ട് ചിത്തത്തിൻ്റെ ആത്മദർശനം ഭംഗ്യന്തരേണ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണേണ്ടതാണ്. നിർവികാരനായ ദ്രഷ്ടാവ് സദാ സ്വരൂപസ്ഥിതനാണ്. എങ്കിലും ചിത്തവൃത്തികൾ പൊന്തിവന്ന് ചിച്ഛായ അവയിൽ പ്രതിബിംബിക്കുന്നതോടെ യഥാർത്ഥ്യം മറയ്ക്കപ്പെട്ട് അസ്വസ്ഥനെ പോലെ ആയിത്തീരുന്നു. ഇക്കാര്യവും അടുത്ത സൂത്രത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വൃത്തി സാരൂപ്യമിതരത്ര. വൃത്തികളുള്ളപ്പോൾ ദ്രഷ്ടാവിന് അവയോട് സാരൂപ്യം സംഭവിക്കുന്നു എന്നാണല്ലോ അടുത്ത സൂത്രം. യോഗസൂത്രത്തിൽ തന്നെ മറ്റൊരിടത്ത് ഇങ്ങനെ കാണുവാനുണ്ട്: സത്വപുരുഷയോരത്യന്താ സങ്കീർണയോ പ്രത്യയാവിശേഷോ ഭോഗഃ പരമാർത്ഥത്വാത്. ഒരിക്കലും കൂടിക്കലരാത്ത ബുദ്ധിക്കും പുരുഷനും അഭേദ പ്രതിപത്തി വരുന്നതാണ് ഭോഗം. പ്രത്യയാവിശേഷോ ഭോഗഃ പരാർത്ഥത്വാത്. ഒരിക്കലും കൂടിക്കലരാത്ത ബുദ്ധിക്കും പുരുഷനും അഭേദ പ്രതിപത്തി വരുന്നതാണ് ഭോഗം. പുരുഷന് വേണ്ടിയാണിത് സംഭവിക്കുന്നത് എന്നർത്ഥം. ചിതേര പ്രതി സംക്രമായാസ്തദാകാരാപത്തൗ സ്വബുദ്ധി സംവേദനം. അപരിണാമിയായ ചിത്ത് ബുദ്ധിസാരൂപ്യത്തിൽ കടന്നു നിൽക്കുമ്പോൾ ആ ബുദ്ധിക്ക് കാണാവുന്നതായി ഭവിക്കുന്നു എന്ന് മറ്റൊരിടത്തും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏകാഗ്രബുദ്ധിക്ക് ചിത്തത്തിൻ്റെ ദർശനം അനുവദിച്ചു കൊടുക്കുന്നവയാണ് ഈ പ്രസ്താവനകളെല്ലാം. നിരോധ സമാധി കൊണ്ട് ചിത്തം ശുദ്ധീകരിക്കപ്പെടുന്നതോടെ ത്വം പദാർത്ഥമായ പ്രത്യേകാത്മാവ് സാക്ഷാത്കരിക്കപ്പെടുന്നു. എന്നാൽ പ്രത്യേകാത്മാവിൻ്റെ ബ്രഹ്മത്വം വ്യക്തമായി അനുഭവിക്കാൻ മഹാവാക്യത്തെ പിന്തുടർന്ന് ബ്രഹ്മവിദ്യ അവലംബിയായ മറ്റൊരു ചിത്തവൃത്തി രൂപം കൊള്ളുന്നു. അതുപോലെ ത്വം പദാർത്ഥമായ പ്രത്യേകാത്മാവിനെ സാക്ഷാത്കരിക്കുവാനും നിരോധ സമാധി മാത്രമല്ല ഉപായം. ചിജ്ജഡരൂപത്തിൽ നിലനിൽപ്പിനെ വേർതിരിച്ച് കാണിക്കുന്ന സാഖ്യബുദ്ധിയെ പിന്തുടരുന്നതുകൊണ്ടും ത്വം പദാർത്ഥ സാക്ഷാത്കാരം സാധിക്കാവുന്നതാണ്. വസിഷ്ഠൻ പ്രഖ്യാപിക്കുന്നത് നോക്കുക: ദ്വൗ ക്രമൗ ചിത്തനാശസ്യ യോഗോ ജ്ഞാനം ച രാഘവ യോഗസ്തദ്വൃത്തിരോധോ ഹി ജ്ഞാനം സമൃഗവേക്ഷണം. രണ്ടു പ്രകാരത്തിൽ ചിത്തത്തെ ഉപശമിപ്പിക്കാം: യോഗം കൊണ്ടും ജ്ഞാനം കൊണ്ടും.
ചിത്തവൃത്തികളെ നിരോധിക്കുന്നത് യോഗം, ചിത് ജഡങ്ങളെ വേർതിരിച്ച് വേണ്ട പോലെ കാണുന്നത് ജ്ഞാനം. അസാധ്യ കസ്യചിത് യോഗ കസ്യചിത് ജ്ഞാനനിശ്ചയ പ്രകാരൗ ദ്വൗ തതോ ദേവോ ജഗാദ പരമേശ്വര. ചിലർക്ക് യോഗം അസാധ്യമാണ്, മറ്റു ചിലർക്ക് ജ്ഞാനം അസാധ്യം. അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ ഈ രണ്ടു മാർഗങ്ങളും അതുകൊണ്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സംപ്രജ്ഞാതവും അസംപ്രജ്ഞാതവും. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.